ചോപ്പറിനോട് ഒരുപാട് ഇഷ്ടമാണ് എനിക്കെന്ന് അറിയാലോ. അത് കാരണം കൊണ്ട് തന്നെ ചോപ്പറുള്ള ഒരു മിക്സിയാണ് കേട്ടോ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഭാഗ്യം എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഒരു 4 ജാറ് വരുന്ന നമ്മുടെ ഈ മിക്സിയിൽ നമുക്കിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാം. ഒരു കോഴ്സ് മോഡ് ഉണ്ട് കേട്ടോ. ആ കോഴ്സ് മോഡിൽ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്മിയിലൊക്കെ അരച്ചെടുത്ത കൺസിസ്റ്റൻസിയിൽ നമുക്ക് എല്ലാ വിഭവങ്ങളും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കോഴ്സ് മോഡിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമ്മുടെ പപ്പക്കായ കൊണ്ടൊരു അലുവ. അപ്പോൾ ഞാൻ എന്താ പപ്പക്കായ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നെയ്യിൽ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ നെയ്യിൽ തന്നെ നമുക്ക് പപ്പക്കായ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ചോപ്പർ കൂട്ടനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. ഇതാണ് ചോപ്പറിന്റെ ജാറ് കേട്ടോ. ഇതിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്ത് വന്നിട്ടുള്ള നമ്മുടെ ഈ ഒരു അണ്ടിപ്പരിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പാലൊഴിക്കുന്നു, അതിൽ മിൽക്ക് മെയ്ഡ് ഇടുന്നു, കുറച്ച് മിൽക്ക് പൗഡർ ഇടുന്നു, എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നു. അതിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പപ്പക്കായ ഇടുന്നു, പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിലേ സംഭവം സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പെഷ്യലായിട്ട് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആറ്റംബർഗിന്റെ മിക്സർ ഗ്രൈൻഡർ